ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റേ ഒക്കെ മാറി നമുക്ക് ഗസ്റ്റുകൾ വന്നു തുടങ്ങിയ സമയമായിരുന്നു. Anna, I've gotten sick. I vomited 4 to 5 times already. I'm so tired. I need some medicines. Please, help me. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇതാ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ്. നമ്മുടെ നാടിനെ അതിഭീകരമായി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കോളറ എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി നമ്മളിതാ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. എല്ലാവരും സഹകരിക്കുക, സഹകരിക്കുക. ജാഗ്രതാ മുന്നറിയിപ്പുമായി സഹകരിക്കുക. നമ്മുടെ അതിഥികളിൽ ഒരാൾക്ക് പനി തുടങ്ങിക്കഴിഞ്ഞു ഫ്രെഡി. എനിക്കെന്തോ ആകെ പേടിയാകുന്നു. നീ ഇങ്ങോട്ട് വരണ്ട. അടുത്ത ജില്ലയിൽ അല്ലെങ്കിൽ അടുത്ത നഗരത്തിൽ എവിടെയെങ്കിലും വന്ന് പള്ളിമുറിയിലേക്ക് ഫോൺ വിളിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം. നീ എന്താണ് എനിക്ക് മറുപടി എഴുതാത്തത്? യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പണ്ട് പ്ലേഗും കോളറയും പടർന്നു പിടിച്ച് കൂട്ടമരണങ്ങൾ സംഭവിച്ചപ്പോൾ സംസ്കരിക്കപ്പെട്ട പലരും മരിച്ചിട്ടില്ലായിരുന്നു. അവരുടെ പൾസ് താഴ്ന്നു പോയതുകൊണ്ട് മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ഡോക്ടർമാർ എന്ന് ഞാൻ വായിച്ചിരുന്നു. അങ്ങനെ സംശയമുള്ള ആളുകളെ സംസ്കരിക്കുമ്പോൾ അവർ കുഴിയിലേക്കിറക്കിയ പെട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ചരടിട്ട് അത് മരിച്ചയാളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. അവർക്കെപ്പോഴെങ്കിലും ബോധം വന്നാൽ അനങ്ങുമ്പോൾ ചരട് വലിഞ്ഞ് മുകളിൽ ചരടുമായി ബന്ധിപ്പിച്ച് മണിയടിക്കും. ഈ മണി ശബ്ദിച്ചാൽ ശവപ്പറമ്പിൻ്റെ കാവൽക്കാരൻ ആളുകളെയും കൂട്ടിവന്ന് കുഴിമാന്തി അവരെ പുറത്തെടുക്കും. ഈ സമ്പ്രദായം ഞാൻ നമ്മുടെ നാട്ടിലും പരീക്ഷിച്ചു. തരകൻ ഡോക്ടർ മനസ്സില്ലാ മനസ്സോടെ കൂടെ നിന്നു. അന്നയെയും ആ മഹാമാരി വെറുതെ വിട്ടില്ല. ഭൂരിഭാഗം ആളുകളെയും പോലെ മരണത്തോട് മല്ലടിച്ച് ബോധമില്ലാതെ അവൾ ആശുപത്രിയിൽ കിടന്നു. ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നു. വാ. സോറി ഫ്രെഡി, അന്നയുടെ ഡെത്ത് കൺഫേംഡ്. മാക്സിമം 1 hour. നാളെ തന്നെ അടക്കേണ്ടി വരും. അല്ല, എന്തിനും നാളെ ആക്കുന്നേ? ഇന്ന് രാത്രി ആയിക്കൂടെ? പള്ളിയിൽ ഞാൻ വിളിച്ചു പറയാം. അല്ല, ഇടവക 2 ഫ്രാൻസിസ് അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാവേ. അതെ, അടുത്തേക്ക് പോകണ്ട, പകരും.
ഇത്ര കാലം അവനെ കാണിച്ചതുകൊണ്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാതെ നടന്നു ഡോക്ടർക്ക് അറിയാമല്ലോ. നമ്മുടെ സഭയിൽ പോലും എനിക്കുണ്ടായ മാനക്കേട് അതും ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇവരൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാലും അങ്ങനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ ഡോക്ടർ? ഡോക്ടറിന്റെ മകളാണിത് ചെയ്തതെന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ തന്നെയല്ലേ ചിന്തിക്കൂ? എന്നെ എങ്ങനെയല്ലോ ഒന്ന് രക്ഷിക്കും ഡോക്ടർ. എൻ്റെ മോനൊരബദ്ധം പറ്റി എന്ന് വെച്ച് ജീവിത അവസാനം വരെ അവനത് ചുമക്കണോ? തരകൻ ഡോക്ടർ വിചാരിച്ച ഇപ്പൊ എന്നെ രക്ഷിക്കാൻ പറ്റും. സത്യം പറഞ്ഞ അവസാന കാലത്ത് മാനമര്യാദയായിട്ട് നിൽക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമായത്. എന്നെ ഉപേക്ഷിക്കരുത്. പിന്നെ മാത്യൂസ് ഉപകാരസ്മരണയുള്ളവനാ. അത് ഡോക്ടർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? മാത്യൂസേ, ഇതിലിപ്പം നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് കഴിയുമ്പം അവളായിട്ട് തന്നെ പൊക്കോളും. അപ്പാ, നമുക്കൊരു ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയാലോ? ഞാൻ ജങ്കാറ് പറയാം. എന്തിനാ മോനെ? അവക്കത്ര ആയുസ് ദൈവം കൊടുത്തിട്ടുള്ളൂ, അത്ര തന്നെ. ഇനിയിപ്പോൾ വെറുതെ അവിടം വരെ ആംബുലൻസ് വിളിച്ചുള്ള കാശ് കളയാൻ. കാശാണോ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം? ഫ്രെഡി, കാശൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അന്നയിൽ ഇപ്പം കാണുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു നിമിഷത്തേക്ക് വരുന്ന ഒരു ഓർമ്മ മാത്രമാണ്. അത് പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ജീവൻ രക്ഷ ഉപകരണങ്ങളൊന്നും ഇപ്പം നമ്മുടെ പക്കൽ അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പകരുമെന്ന്. പിന്നെ ടൗണിലെ ഹോസ്പിറ്റൽസൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളുവാ. സോ വി ആർ ഹെൽപ്ലെസ്. ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന പലരും ഉണ്ടാകും ഫ്രെഡി. പക്ഷെ ചില ബന്ധങ്ങളെ സ്പെഷ്യലാക്കുന്നത് എന്താന്ന് ഫ്രെഡിക്ക് അറിയാമോ? ചിലർ നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം ഒരു എക്സ്ട്രാ മൈൽ കൂടി വരാൻ തയ്യാറാകും. അവർക്കത് ആവശ്യമില്ലെങ്കിൽ കൂടി നമുക്ക് വേണ്ടി അവർ വരും. Will you go that extra mile with me, Freddie? ഒരു മൈലല്ല, 1000 മൈൽ ഞാൻ നിന്നോടൊപ്പം കാണും. പോരെ? മില്യൺ മൊമെന്റ്സ് അന്നയുടെ കൂടെ റിലീവ് ചെയ്യണമെന്ന വാക്ക് ഫ്രെഡിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അവൻ എക്സ്ട്രാ മൈൽ പോകാനൊന്നും ശ്രമിച്ചില്ല. പോയിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടേക്കുമായിരുന്നു. ബിക്കോസ് ഷി വാസ് എ ഫൈറ്റർ. അന്ന റോസ് ജോർജ് എന്ന സാധുജന്മം ആരോരുമില്ലാതെ നിസ്സഹായായി